ഈ ഷീറ്റ് ഒന്ന് ഇടിച്ചു ഈ ഷീറ്റ് ഒന്ന് ഞാൻ അടിച്ച് നോക്കി 2 റൗണ്ട് സോൺ എഡ്ജിലാണ് ഈ വണ്ടി കിടക്കുന്നത്. നോക്കി കളിക്കണേ ഈ വണ്ടി ചുമ്മാ റിസ്ക് എടുക്കല്ലേ. ഞാൻ വണ്ടർ പാക്കിൽ നിന്നാണ് കളിക്കുന്നത്. അൾട്രോണ്ട് താഴെ മാളിന്റെ മേലുള്ളവരെ അടിക്കും. മേലുള്ളവരെ മാളിന്റെ മേലുള്ളവര് ഒരാൾ ഇവിടെ നോക്ക്, ഒരാൾ ഇവിടെ നോക്ക്, ഒരാൾ ഈ ഒരു ഏരിയ നോക്കി കൊടുക്കേ. നിങ്ങൾ ബാക്കിയുള്ളവർ തിരിച്ചു, അത് അവര് നോക്കിക്കോളാം. ഇവിടെ ഉണ്ടോ ഒരുത്തൻ, ഇവിടെ ഒരുത്തൻ അൾട്രോണ്ട് ആ ബിൽഡിങ്ങിന്റെ താഴെ. ഗോള് കൊടുക്കുക സോണ് മാറി നോക്കണേ, മാറുമ്പോ അടിക്കട്ടെ. കൊണ്ടുപോകണം ഇവിടെ ഉണ്ടെന്ന് തോന്നേ, നോക്കി കളിക്കേ. പോയി അടിക്കണേ, അകത്ത് പോയിട്ട് ചെല്ലു അകത്ത് എടാ അകത്ത് പോയി അടിക്കും. നിങ്ങൾ ഇത് എത്ര പേരാ? ടർഫ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ടി ഓൾറെഡി എല്ലാം റെഡി ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. സോ അവർക്ക് ഓൾറെഡി അവർക്കറിയാം ഈ പറയുന്നത് പോലെ ടർഫ് ഉടനെ തന്നെ സ്റ്റാർട്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ റെഡി ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ കാണുന്നത് KVA വേഴ്സസ് എക്സ്ടി ആണ് ഇന്നത്തെ ടർഫ്. ഡേവിസ് ആണ് ടർഫ്. ഓൾറെഡി ടർഫ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി 32 മിനിറ്റാണ് ബാക്കിയുള്ളത്. KVA അവിടുത്തെ ഒരു നല്ലൊരു സ്പ്രേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ പ്ലേയേഴ്സ്, എക്സ്റ്റിയുടെ പ്ലേയേഴ്സ് ആ ഒരു ഏരിയയിൽ എവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഈ ഒരു ഏരിയയിൽ എക്സ്റ്റിയുടെ ഒരു വണ്ടി എത്തിയിട്ടുണ്ട്. ഓക്കെ, കോച്ചേരി അവരെല്ലാം ബൈ ഫുഡ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ ആവാതെ ശ്രദ്ധിച്ചാൽ കൊള്ളാം, നല്ലതായിരുന്നു. അവർ ഈ ഒരു ആംഗിളിൽ നിന്നൊരു പുഷാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അവരെന്താണ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവരുടെ എക്സ്റ്റിയിലെ മിക്ക മെമ്പേഴ്സും ഇവിടെ ബൈ ഫുഡ് ഇറങ്ങി നിൽപ്പുണ്ട്. ഇവിടുന്ന് ഒരു അറ്റാക്കിങ് അവർ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ലെഗസിയുടെ വണ്ടി അവരെ സ്പോട്ട് ചെയ്ത് അവിടെ ബാക്കിയുള്ള 2 വണ്ടികളെ പിറ്റ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോൺ ഓൾറെഡി ഷിഫ്റ്റ് ആയിരിക്കുന്നു. ഓക്കെ, അവിടെ അങ്ങനെ സോൺ ഓൾറെഡി ഷിഫ്റ്റ് ആയി കഴിഞ്ഞു. സോ ഇതാണ് ഇപ്പോൾ കറണ്ട് സോൺ. ലിയോ പ്രിൻസ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ലിയോ പ്രിൻസ് ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഏരിയകളിൽ സ്പ്ലിറ്റായിട്ട് അവർ ഇരിപ്പുണ്ട്. അൾട്രോൺ ഈ ഒരു ബിൽഡിങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കറൻ്റ്ലി. എഹിയ അതേപോലെ ഹോക്കി ആൻഡ് അപ്പലെ പാറ്റോ ഈ ഒരു ആംഗിളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കോച്ചേരി ബൈഫൂട്ട് വന്ന് കോച്ചേരിനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടാഗ് കോച്ചേരിക്ക് കിട്ടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല കിട്ടുകയാണ് കോച്ചേരിക്ക്. കോച്ചേരി അതിൻ്റെ പുറകിൽ കവർ ഉണ്ടെന്നാണ് കരുതുന്നത്. ബട്ട് അവിടെ കവർ വളരെ കുറവാണ്. ഇപ്പുറത്തെ കണ്ണന്മാരാർ അതേപോലെ ജോണിയുടെ ആ ഒരു ആംഗിളിലുണ്ട്. അവർ 3 പേർ കോച്ചേരിനെ സ്പോട്ട് ചെയ്തു. കോച്ചേരിയുടെ ഒരുമിച്ചാണ് അവർ അടിക്കുന്നത്. ഓൻ്റെ അമ്മോ, തലനാരിറക്കി കോച്ചേരി ആ അടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 4 പേരുടെ കയ്യിൽ നിന്നാണ് 1 സെക്കൻഡിന് കോച്ചേരി രക്ഷപ്പെട്ട് അവിടെ ഓടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓടാൻ പോകുന്നത് ഓപ്പണിലാണ്. നല്ലൊരു അടി വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ പുറപ്പൊളിഞ്ഞുകൊണ്ടാണ് കോച്ചേരി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓടുന്ന കൂട്ടത്തിൽ കോച്ചേരി അന്യായം മറിഞ്ഞു വീണു. അതെങ്ങനെ കോച്ചേരി മറിഞ്ഞു വീണു അവിടെ? പക്ഷെ കോച്ചേരി അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്.
ഇത് എന്ത് തന്നെയാണ് പറഞ്ഞു വീട്. കോച്ചേരി അവിടെ നിന്നും എന്താ പറയാ മാസ്മരികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കോച്ചേരി സേഫായിട്ട് അവരുടെ വേറൊരു ആംഗിൾ വഴി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാവരും ബൈ ഫുഡിലാണ് റൊട്ടേറ്റ് ചെയ്തത്. KVയുടെ പ്ലേയേഴ്സ് ഓൾറെഡി അത് സ്പോട്ടഡ് ആണ്. സോ ഈ റൊട്ടേഷൻ KVയെ സ്പോട്ട് ചെയ്യുമോ? ഓക്കെ, സ്പോട്ട് ചെയ്തു. KVയെ ഓൾറെഡി ആ ഒരു ആംഗിളും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ അവരെങ്ങനെയാണ് കയറാൻ പോകുന്നത്? നമ്മുടെ ജോണി ഡെപ്പാണ് IGL തോന്നുന്നു. ജോണി ഡെപ്പാണ് അവരുടെ IGL എന്ന് നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇവര് ബൈ ഫുഡ് വീണ്ടും ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഓ, കടുവ പ്രസാദിന് നല്ലൊരു ടാഗ് ഹീൽ ചെയ്തിട്ടാണ് കടുവ പ്രസാദ് ഓടിയത്. തലതാരം രക്ഷപ്പെടും. അപ്പോളോ കിങ്ങും നല്ലൊരു ടാഗ്, വീണ്ടും ആ ഒരു ഹീല് കിട്ടിയത് കൊണ്ട് തന്നെ അപ്പോളോ കിങ്ങും അവിടുത്തെ മാസ്മരികമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോളോ കിങ്ങും അതേപോലെ തന്നെ നമ്മുടെ കടുവ പ്രസാദും മാസ്മരികമായി ഹീൽ ചെയ്ത് രക്ഷപ്പെട്ടു. അടുത്ത ആൾക്കാർക്ക് നല്ലൊരു ഇത് വരുന്നുണ്ട്. ഓൾറെഡി ആർമർ ഉള്ളതുകൊണ്ട് റീലോഡ് സ്കിൻ അടിച്ചാണ് അവർ ഓടുന്നത് തോന്നുന്നു. ജോഷിക്ക് നല്ല ടാഗ് വരുന്നുണ്ട്. ജോഷിയും ആ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജോഡിയുടെ ഇപ്പം എവിടെ? അയ്യോ, എനിക്ക് കിട്ടുന്നല്ലേ. ജോണി ഡെപ്പിന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ഓക്കെ, കണ്ണന്മാരാർക്ക് അയ്യോ, വീണ്ടും കണ്ണന്മാരുടെ മാസ്മരിക ഒരു ഹീലിൽ കൂടെ ജോഷിയാണ് ആദ്യത്തെ പിക്ക്. അവരുടെ അല്ല, ജോഷിയും തലനാരിറക്കി രക്ഷപ്പെടും. ഓക്കെ, ജോഷിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി. കണ്ണന്മാരുടെ കാര്യത്തിലും അങ്ങനെ തീരുമാനമായി. എല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ കവറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. XTയുടെ 2 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓ, ഹംസ കഞ്ഞിക്കുഴിക്ക് നല്ലൊരു വെടി കിട്ടി. ബട്ട് ഹംസ കഞ്ഞിക്കുഴി സേഫായി. ഓ, കോച്ചേരിയാണ് സോണിന്റെ അകത്ത് കയറി ആദ്യത്തെ മെമ്പർ. ബട്ട് വട്ടത്തിൽ കേവ് എടുക്കലോട്ടായി പോയി കോച്ചേരി കയറി വന്നത്. അതുകൊണ്ട് തന്നെ കോച്ചേരി ബഗ്ഗായി. കടുവ പ്രസാദ് ഡൗൺ. POV ബഗ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ബ്ലഫ് നെക്സസിന്റെ നല്ലൊരു സ്പ്രേ. ബ്ലഫ് നെക്സസിന് ജോണി ഡെപ്പിനെ ചതിച്ചുകൊണ്ട് ബ്ലഫ് നെക്സസ് 1 HP രക്ഷപ്പെട്ടിരിക്കുകയാണ്. ബട്ട് ജോണി ഡെപ്പ് അവിടെ ഡൗൺ ആയിരിക്കുകയായിരുന്നു. XT അപ്പോളോ അതുവഴി കയറാൻ ഉള്ള ചാൻസ്. ഇത് വലിയ മതിലൊന്നുമില്ല, ചെറിയ മതിലാ, തല കാണാൻ പറ്റും. ഓ, ലെഗസി ആ ഒരു സോണിന്റെ ചെറിയൊരു എഡ്ജിൽ നിന്ന് സ്പ്രേ ചെയ്തു. അൾട്രോൺ അവിടെ ബ്ലഫ് നെക്സസ് സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഫയലാണ്. ഞാൻ ഡിക്കിനോട് ചാരി എഴുതിയത്. നിങ്ങൾ ഫയലാണ്. കടുവ ഓ, സാത്താനെ പിക്ക് ഓഫ് ചെയ്തു. നമ്മുടെ XTയുടെ 2 മെമ്പേഴ്സ് ഈ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്തെന്ന് കയറി സാത്താനെ അവിടെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. കാർലോയ്ക്ക് നല്ലൊരു ടാഗ് കിട്ടി. അവരുടെ ഇവിടെയുള്ള പ്ലേയേഴ്സിനെ അവർ വിട്ടുപോയെന്ന് തോന്നുന്നു.
ഓക്കെ ജോണി ഡെപ്പ് XT ബ്ലഫ് നെക്സസ് ഡൗൺ. ലായ്ക്കിനെ അവർ സ്പോട്ട് ചെയ്തിട്ടില്ല. സിദ്ധു കൊച്ചു കുഞ്ഞും ആ ഒരു ആംഗിള് ഹോളി കടന്നു വന്നു. ലായ്ക്കിന് എല്ലാ സൈഡിലും അടി വരുന്നുണ്ട്. ലായ്ക്ക് ഡൗൺ ആയിരിക്കുകയാണ്. ഓ അപ്പോളോ കിങ് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോളോ കിങ് ഡൗൺ. അപ്പോളോ പാറ്റോയ്ക്ക് അപ്പോളോ കിങ്ങിനെ പിക്ക് ചെയ്യാൻ സാധിച്ചു. അത് പൊക്കോളും. അതുകൊണ്ട് ഇന്നല്ലേ ഇതെന്താ പോവാത്തേ? ഇത്രയും ഡിലേ ഉണ്ടല്ലേ? ഓക്കെ XTയുടെ അവസാന 2 മെമ്പേഴ്സ് ബാക്കി നിൽക്കെ KVA വേഴ്സസ് XT. നല്ലൊരു സ്പ്രേ കക്കാശിയുടെ വണ്ടിയിൽ. ഇവിടെ ഒരു പുഷ് ചെയ്ത് ഡൗൺ ആവാനുള്ള ചാൻസ് ഞാൻ വളരെയധികം കാണുന്നുണ്ട്. ലെഗസി ഈ ഒരു വണ്ടിയുടെ ഇടയ്ക്ക് എത്തിയിരിക്കുകയാണ്. മെല്ലെ മെല്ലെ അവിടെ പെട്രോൾ ലീക്കാകുന്നത് ലെഗസി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ മുകളിൽ നിന്നും താഴോട്ട് അവർ ചാടിക്കോളാമെന്നാണ് കോൾ കൊടുത്തതെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ നല്ലൊരു അടിയാണ്. കുറച്ച് ക്ലോസിൽ കാണാം. സിദ്ധു താഴോട്ട് ചാടി പിക്കെടുക്കാൻ നോക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞ് തറയിലോട്ട് വീണ്. ലെഗസി ചാടിക്കേറി. കക്കാശി ചാടിക്കേറി. അവിടെ കൊച്ചു കുഞ്ഞ് ഡൗൺ ആയിരിക്കുകയാണ്. കഞ്ഞിക്കുഴി ആൻഡ് ട്രിഗി വിക്സാസ് ഡൗൺ ആയി. അതേപോലെ കക്കാശിയുടെയും ടീം ഫയറിൽ കക്കാശിയും നിര്യാതനായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കില്ലീസ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. യെസ് യഹിയാണ് കക്കാശിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ലിയോ പ്രിൻസ് ഒരു പിക്കെടുത്തു. കക്കാശി ഒരു പിക്കെടുത്തു. ട്രിക്സി വിയാസ് അങ്ങനെ KVയുടെ കൊച്ചു കുഞ്ഞിന് പിക്ക് എടുത്തിരിക്കുകയാണ് നമ്മൾ. അതുപോലെ ട്രിക്സി വിക്സാസ് തന്നെയാണ് സാത്താനെ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൽ പ്ലേഡ് ഗൈസ്, വെൽ പ്ലേഡ്. നല്ലൊരു കളി. അകത്ത് പോയി അടിക്കണേ. അകത്ത് പോയിട്ട് അകത്ത് പോയി അടിക്കും. നിങ്ങൾ എത്ര പേരാ? ടീം ഫയർ ഒക്കെ വന്ന് എനിക്ക് അവൻ സോണോട്ടൊക്കെ ഇത് എനിക്ക് കിട്ടി കേട്ടോ. കഴിഞ്ഞ